അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നമ്മുടെ പിതാവിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പ്രസിഡന്റ്, ഇന്ന് കേരളത്തിലെ പണ്ഡിതന്മാരിൽ അനുഗ്രഹീതനായിരുന്ന മഹാനായ റഈസുൽ ഉലമ ഷെയ്ഖുന ആനക്കര സി കോയക്കുട്ടി ഉസ്താദ് വഫാത്തായിരിക്കുന്നു. അള്ളാഹു അവിടുത്തെ ദറജകളെ, പരലോക ജീവിതത്തിലെ പദവികളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു പുരുഷായുസ് മുഴുവൻ പരിശുദ്ധ ദീനിനും സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും വേണ്ടി മാറ്റിവെച്ച, സൂക്ഷ്മതയുടെ ജീവിതം നയിച്ച് വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ജീവിക്കുന്ന ഉദാഹരണമായി തലമുറക്ക് വഴി കാണിച്ചു കൊടുത്താണ് കോയക്കുട്ടി ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. തന്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പം മുതൽ ദർസി രംഗത്തേക്ക് കടന്നു വരികയും തന്റെ ഗുരുനാഥന്മാരുടെയൊക്കെ ആശീർവാദവും പൊരുത്തവും ആവോളം നേടിയെടുത്ത് അവരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടി ഒരുപാട് കാലം ദർസ് നടത്തി, ഒരുപാട് പ്രാർത്ഥനാ സദസ്സുകൾക്ക് നേതൃത്വം നൽകി, ആത്മീയദാഹികൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും സമാധാനവും ആശ്വാസവും നൽകുകയും ആത്മീയ നിർദ്ദേശങ്ങളും ജീവിത വെളിച്ചവും നൽകാൻ കോയക്കുട്ടി ഉസ്താദിൽ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. എല്ലാം അസ്തമിച്ച് മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. തനിക്ക് മരണശേഷം അന്തിയുറങ്ങാനുള്ള ഖബർ പോലും ശരിപ്പെടുത്തി ഓരോ ദിവസവും എവിടേക്ക് ഇറങ്ങുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആ ഖബറിന്റെ അരികിലൂടെ കടന്നു വരുമ്പോൾ ഇതാണ് തനിക്ക് കിടക്കാനുള്ള ഖബറെന്ന് മനസ്സിൽ ഓർക്കുകയും വിങ്ങിപ്പൊട്ടുകയും ചെയ്ത് അള്ളാഹ് എന്നുള്ള ചിന്തയിൽ ജീവിതം ക്രമീകരിച്ച, പകരം വെക്കാനില്ലാത്ത പണ്ഡിത പ്രതിഭയായിരുന്നു മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദ്. ഉസ്താദിന്റെ മരണം നമ്മുടെ ജീവിതത്തെ വല്ലാതെ തളർത്തിക്കളയുന്നു. എങ്കിലും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് അടിമപ്പെടേണ്ടി വരുമല്ലോ. മഹാനായ ഉസ്താദും അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. അള്ളാഹു അവിടത്തേക്ക് ഏറ്റവും വലിയ പദവികൾ അള്ളാഹു ഒരുക്കി കൊടുക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെ അള്ളാഹു കബൂൽ ചെയ്ത് ഉന്നതമായ സ്ഥാനം നൽകി അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവിടത്തോടൊപ്പം നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് പകരക്കാരനായ നായകന്മാരെ അള്ളാഹു ഏറ്റവും നല്ല വഴിയിൽ ഒരുക്കി തരികയും ചെയ്യട്ടെ. എല്ലാവരും ഉസ്താദിനു വേണ്ടി ഫാത്തിഹ ഓതിയും യാസീൻ ഓതിയും ദിക്ർ ചൊല്ലിയും ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതിയും അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ ഹദിയ ചെയ്ത് ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യുകയും ഉസ്താദിന്റെ പരലോക ജീവിത ഗുണത്തിന് വേണ്ടി പരമാവധി സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും ഉസ്താദ് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നന്മയുടെ നായകന്മാരോടൊത്ത് സ്വർഗത്തിൽ ഇടം നേടാൻ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് വിനയഭാവത്തിൽ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു മഹാന്മാരോടൊത്ത് നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.